ചെയ്യാൻ പോകുന്നത് പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി എന്താണ് പാർട്ണർഷിപ്പ്, അതിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ മീനിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ണർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നേച്ചർ ഓഫ് പാർട്ണർഷിപ്പ് എന്താണ്. സോ പാർട്ണർഷിപ്പിൽ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് അതിന്റെ പ്രത്യേകതകൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണും. ഈ കുറച്ച് പോയിന്റുകൾ അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ചില പോയിന്റുകൾ നമ്മൾ ഓൾറെഡി അതിന്റെ മീനിങ്ങിലും ഡെഫിനിഷനിലും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. സോ ഈ മീനിങ്ങും ഡെഫിനിഷനും വെച്ചുകൊണ്ട് ഒരു പാർട്ണർഷിപ്പ് എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലുണ്ടായിരിക്കണം, ദാറ്റ് ഈസ് അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. മീനിങ്ങോ ഡെഫിനിഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ പ്രത്യേകതകൾ, ദാറ്റ് ഈസ് മറ്റുള്ള ബിസിനസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്, തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഐഡിയ കിട്ടും. നമ്മൾ ഇതിന്റെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ദാറ്റ് ഈസ് അതിന്റെ മീനിങ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു 9 ഫീച്ചേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 9 ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ 9 ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റഡി ചെയ്യാം. എന്താണ് ഇതിന്റെ പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാം. ആദ്യത്തെ നമ്മുടെ മീനിങ്ങുമായി ബന്ധപ്പെട്ട് എടുക്കുമ്പോൾ ആദ്യത്തെ നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. നമ്പർ ഓഫ് പേഴ്സൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. നമ്മൾ അറിയാം ബിസിനസ് സ്ഥാപനം, ദാറ്റ് ഈസ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 or more പേഴ്സൺസ് ആണ്. പക്ഷെ ഇവിടെ മോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് അറിയാനുള്ളത്. സോ മിനിമം നമ്മുടെ ഇവിടെ പേഴ്സൺ മിനിമം 2, മിനിമം 2 വ്യക്തികൾ ഉണ്ടാവണം. ദെൻ മാക്സിമം എത്ര, ദെൻ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡെഫിനിഷനിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാക്സിമം ആവാവുന്നത് 20 പേഴ്സൺസ്, ദാറ്റ് ഈസ് 20 പേഴ്സൺസ്. എന്നാൽ ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് 10 ആകാവൂ എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് ബിസിനസ്സിനാണ് 20 അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ബിസിനസ്സിനാണ് 10? ദാറ്റ് ഈസ് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഇത് നോൺ ഫിനാൻഷ്യൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ബാങ്ക് പരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ആക്ടിവിറ്റി റൺ ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ് അല്ല, നേരെ മറിച്ച് സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസ്, അതായത് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാക്സിമം നമുക്ക് 20 വരെ ആക്കാം. ദാറ്റ് ഈസ് മിനിമം 2 persons and maximum 20. But in case of banking business, that is financial activity റൺ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ ചിറ്റ്സ് ഫിനാൻസ്, അല്ലെങ്കിൽ ബാങ്കിങ് നോൺ ബാങ്കിങ് ഫിനാൻസുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കാണെങ്കിൽ മാക്സിമം 10 ആകാം. ഇതാണ് ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പേഴ്സൺസ് മിനിമം 2, maximum 20 in case of non-banking business and 10 in case of banking business. The next feature എന്ന് പറയുന്നത് agreement, that is partnership is formed out of an agreement. പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. For what purpose? എന്തിനു വേണ്ടിയാണ് എഗ്രിമെന്റ്? ദാറ്റ് ഈസ് 2 അതിൽ കൂടുതലോ ആൾക്കാർ തമ്മിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ കൊളീഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഇൻ കേസ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിക്കാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഒരുപാട് കൊളീഷൻസ് ഉണ്ടാവും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിക്ക് മുൻകൂട്ടി അവരൊരു ധാരണയിൽ എത്തിയിരിക്കും. മെയിൻ ആയിട്ട് എത്തുന്നത് അവരുടെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടാണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഇത്ര എനിക്ക് ഇത്ര, ഇത് മുൻകൂട്ടി പ്രൊപ്പോർഷൻ പറഞ്ഞിരിക്കണം. നമ്മൾ ആ ഡെഫിനിഷൻ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മുൻകൂട്ടി പറഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എഗ്രിമെന്റിലൂടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അവിടുത്തെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആണ്. ദെൻ ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളിലും നമ്മൾ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കണം. സോ ഈ എഗ്രിമെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വാക്കാൽ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ എഴുതി തയ്യാറാക്കാം. ഇത് രണ്ടും ആയാലും എഗ്രിമെന്റ് വാലിഡ് എഗ്രിമെന്റ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബിസിനസ്, ദാറ്റ് ഈസ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ്. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ലോഫുൾ ബിസിനസ് തന്നെ ആയിരിക്കണം. ദാറ്റ് ഈസ് ഇല്ലീഗൽ ബിസിനസ്സുകൾ ആകാൻ പാടില്ല. ദാറ്റ് ഈസ് ബിസിനസ്, അതാണ് ബിസിനസ്. ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് വേറെ ഒരു ആവശ്യത്തിനുമല്ല, ടു സ്റ്റാർട്ട് എ ബിസിനസ്, ടു റൺ എ ബിസിനസ്, ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരിക്കണം. അതും ലാഫുൾ ബിസിനസ് തന്നെ ആയിരിക്കണം. നാലാമത്തെ പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. It's a very important one.
അതായത് പാർട്ണർഷിപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് ഫോർഡ് ഔട്ട് ഓഫ് ആൻ എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റിൽ മസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞില്ലെങ്കിലും മസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡെഫിനിഷൻ അതിൽ കൊടുത്തിരിക്കണം. ഈ ഫ്യൂച്ചറിൽ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്നുണ്ടെങ്കിലും അതിൽ ഇത്ര ഇത്ര എന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കണം. ആ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് പാർട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റൂ. ഇതിന് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഏജൻസി. നമ്മൾ പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷനിൽ എൻഡിൽ പറയുന്നുണ്ട് carried on by all or any of them acting for all. ഒന്നെങ്കിൽ ഒരാൾ നോക്കി നടത്തും, ഇല്ലെങ്കിൽ എല്ലാവരും കൂടി നോക്കണം. ഇൻ കേസ് ഒരു പർട്ടിക്കുലർ വ്യക്തിയാണ് നോക്കി നടത്തുന്നത് എന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പിലെ എല്ലാ എഗ്രിമെന്റിലും ആ ഒരു വ്യക്തിയുടെ സൈൻ മാത്രം മതി. ദാറ്റ് ഈസ് മറ്റൊരുടെ കൺസെന്റ് ഉണ്ട് എന്നാണ്, ഹിഡൻ ആയിട്ട് ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. പാർട്ണർഷിപ്പിൽ രണ്ടിൽ കൂടുതൽ ഓണേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ സൈൻ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും സൈൻ ചെയ്യണം. എന്നാൽ ചില കേസുകളിൽ ഇത് ആരാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ കൺസെന്റ് കൂടി മറ്റുള്ളവരുടെ സമ്മതത്തോടു കൂടി ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അത് സൈൻ ചെയ്യാനും മുന്നോട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. ഇതിനാണ് നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഏജൻസി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ആറാമത്തെ പറയുന്നത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് അതായത് മനസ്സിൽ കളങ്കമില്ലാതെ വേണം ഒരു പാർട്ണർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ. അല്ലാതെ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ എന്നെ ഫ്യൂച്ചറിൽ ചതിക്കും എന്ന് വിശ്വാസത്തോടു കൂടി ആ വ്യക്തിയുമായിട്ട് ഒരു എഗ്രിമെന്റിലും ഏർപ്പെടാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്, റിലേഷൻ മീൻസ് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട റിലേഷൻസ് എന്ന് പറയുന്നത് മാക്സിമം ഗുഡ് ഫെയ്ത്തിൽ ഉള്ളതായിരിക്കണം. പരസ്പര വിശ്വാസത്തോടു കൂടിയായിരിക്കണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ. ഏഴാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി. നമുക്കറിയാവുന്നത് ഏതൊരു ബിസിനസ് സ്ഥാപനമായാലും ലയബിലിറ്റി പാർട്ട് ഉണ്ടാവും. ഈ ലയബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് സ്ഥാപനത്തിനെ പോലെയും ഈ പാർട്ണർഷിപ്പിനും അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് മീൻസ് നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ബിസിനസിന്റെ പ്രോപ്പർട്ടികൾ റിയലൈസ് ചെയ്ത് അത് സെറ്റിൽ ചെയ്താലും വീണ്ടും ബാലൻസ് ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് പോയി എടുത്തിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പേഴ്സണൽ പ്രോപ്പർട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ടൈപ്പ് ഓഫ് ബിസിനസിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് നമുക്ക് പറയാം. പക്ഷേ ഇൻ റീസെന്റ് ആയിട്ട് ചില ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പുകളുണ്ട്. ദാറ്റ് ഈസ് ആ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഇത്തരം ടൈപ്പ് ഓഫ് ബിസിനസിനെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. പക്ഷെ പൊതുവെ നമ്മൾ പറയുമ്പോൾ പാർട്ണർഷിപ്പിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. എട്ടാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. That is, partnership is formed out of an agreement. ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നതാണ്. ദാറ്റ് ഈസ് അവർക്കൊരു ലോ ഉണ്ട്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ എന്താണോ പറയുന്നത് ആ രീതിയിലാണ് ഇവർ മുന്നോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും കൊളീഷനോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള നിയമങ്ങളും ഇവർക്ക് ബാധകമാണ്. അല്ലാതെ അവർക്ക് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. നമുക്ക് സെപ്പറേറ്റ് ലോ ഉണ്ട്, അതുകൊണ്ട് ആ രീതിയിൽ പൊക്കോളാം എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അല്ലെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും ഇവർക്ക് ബാധകമാണ്. അല്ലാതെ ഈ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഈ പാർട്ണർഷിപ്പിന് ഇല്ല. ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ രണ്ടുപേരും തമ്മിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബിസിനസ്, സപ്പോസ് ഞാനും വേറൊരു വ്യക്തിയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു സങ്കല്പിക്കുക. ഇങ്ങനെ സങ്കല്പിച്ചാൽ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സിൽ നിന്ന് വിട്ടുപോകണം. പക്ഷേ ഇതിന്റെ ഷെയർ ഇവിടെ തന്നെ കീപ്പ് ചെയ്യുകയും വേണം. അതിന് പകരം ഞാൻ എന്ത് ചെയ്ത് എന്റെ മകനെയോ മകളെയോ ഈ പാർട്ണർഷിപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് അവരോട് പറയും. ദാറ്റ് ഈസ് എന്റെ ഷെയർ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറയും. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ പാർട്ണർഷിപ്പിലില്ല. പക്ഷേ പാർട്ണർഷിപ്പിന്റെ അവിടെ മറ്റുള്ള പാർട്ണേഴ്സിന്റെ സമ്മതം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ തലമുറകൾ ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഷെയർ ക്യാപിറ്റൽ അല്ല ഇവിടെ നമ്മൾ
ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മളുടെ താല്പര്യം മറ്റുള്ള നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു 8 പോയിന്റാണ് പാർട്ണർഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഡിഗ്രിയും അതുപോലെ തന്നെ +2 ലെവലിൽ ഡിസ്കസ് ചെയ്യാൻ.